നമസ്കാരം. കേരളത്തിലെ 2 സർക്കാർ ആശുപത്രികളിൽ നിന്നുണ്ടായ ദുരനുഭവത്തിൽ വേദനിക്കുന്ന 2 അമ്മമാരാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ എത്തിയിരിക്കുന്നത്. ഒന്ന്, കണ്ണും കാതുമൊക്കെ സ്ഥാനം തെറ്റി വാ തുറക്കാനാകാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്ന സുറുമി. മറ്റൊരാൾ, ഡോക്ടറുടെ നോട്ടപ്പിഴവ് കൊണ്ട് 5 ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുകയും അനാരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത അനുശ്രീ. വൈകല്യമുള്ള കുഞ്ഞിനെ കണ്ടെത്താനാകാതെ പോയ പരിശോധനാ പിഴവിന് ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിയിലെ 2 സീനിയർ ഗൈനക്കോളജിസ്റ്റുകൾ അടക്കം സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാരും പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അനുശ്രീയാകട്ടെ, ചികിത്സാ പിഴവിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ സൂരജിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ 2 വനിതകൾ, ഈ 2 അമ്മമാർ ഇന്ന് കുടിക്കുന്ന കണ്ണുനീർ ആരുടെയൊക്കെ പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. നമ്മുടെ നാട്ടിൽ ആതുര സേവനത്തിൽ അനാസ്ഥയ്ക്ക് ഇപ്പോഴും ഇരിപ്പിടം കിട്ടുന്നത് എന്തുകൊണ്ട്? എൻകൗണ്ടർ പ്രൈം തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വാർത്താപ്പകൽ മുഴുവൻ നമ്മൾ കണ്ടതാണ് അനുശ്രീ സുറുമി ദമ്പതികൾക്ക് അവരുടെ 3ാമത്തെ കുഞ്ഞിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. വൈകല്യമുള്ള കുഞ്ഞിനെ, അങ്ങനെ വൈകല്യമുണ്ട് എന്ന് നേരത്തെ കണ്ടെത്താൻ കഴിയാതെ പോയ പിഴവിനെ കുറിച്ച് അവർക്ക് ഇപ്പോൾ നിരവധി പരാതികളുണ്ട്. സുറുമി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മറ്റൊരാൾ അനുശ്രീയാണ്. അനുശ്രീ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപണം ഉന്നയിച്ച യുവതിയാണ്. അനുശ്രീയും ഇന്ന് നമ്മളോടൊപ്പം തത്സമയമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് ശങ്കർ ലാബിന്റെ സിഇഒയാണ്. ശങ്കർ ലാബാണ് ഇവിടെ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന. ഈ ലാബിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കർ ലാബിന്റെ സിഇഒ ഡോക്ടർ മണികുമാർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആനി സക്കറിയ നമ്മളോടൊപ്പം ചേരുന്നു. എന്തായിരിക്കും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഏത് തരത്തിലുള്ള പിഴവിനാണ് സാധ്യതകളുള്ളത് എന്നത് ഡോക്ടർ വിശദീകരിക്കും. IMAയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് സുൽഫി നൂഹു ഉണ്ടാവും ഈ ചർച്ചയിൽ. അതോടൊപ്പം തന്നെ നിയമവിദഗ്ധ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ഞാൻ ആദ്യം പോകുന്നത് സുറുമിയിലേക്കാണ്. സുറുമി, ഈ ഒക്ടോബർ 30-നാണ് താങ്കൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. നവംബർ 4-ന് കുഞ്ഞിന് വൈകല്യമുണ്ടെന്നുള്ള വിവരം അറിയുന്നു. നവംബർ 7-ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. നവംബർ 8-ന് പ്രസവം നടക്കുന്നു. ഇതിൽ വലിയ പിഴവുകൾ സംഭവിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഈ കേസിലെ 1-ാം പ്രതി ഡോക്ടർ പുഷ്പയാണ്. പക്ഷേ സുറുമി, ഡോക്ടർ പുഷ്പ പറയുന്നത് 2 സ്കാൻ റിപ്പോർട്ടുകളാണ് ഡോക്ടർ പുഷ്പ നോക്കിയിട്ടുള്ളത്. വളർച്ചാക്കുറവുണ്ട് എന്ന് കണ്ടെത്തി സുറുമിക്ക് ടാബ്ലറ്റ് തന്നിരുന്നു. പിന്നെ 5 മാസം കഴിഞ്ഞിട്ടാണ് ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിന് കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുക. അത് തൻ്റെ പിഴവല്ല എന്നാണ് ഡോക്ടർ പുഷ്പ പറയുന്നത്. സുറുമിക്ക് പറയാൻ പറ്റുമോ, ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ വൈകല്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നത്? എന്താണ് സുറുമിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഡോക്ടർ പുഷ്പയുടെ സമീപനത്തിലുള്ള ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഷേർലി മാഡത്തിനെ കാണാനായിട്ട് പോയത്. ഷേർലി മാഡം ഞങ്ങളെ കണ്ടു, സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു. ഷേർലി മാഡം പറഞ്ഞ സ്ഥലത്ത് തന്നെ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് മാഡം പറഞ്ഞത്. കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, മേജർ അനോമലീസ് ഒന്നുമില്ല. എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 7-ാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ള പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഷുഗറോ പ്രഷറോ BP ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അതില്ലെങ്കിൽ ഇവർ കണ്ടുപിടിക്കണമായിരുന്നു ഷുഗർ ഇല്ലാതെ ഈ വെള്ളം എങ്ങനെ കൂടി, ഈ ഫ്ലൂയിഡ് എങ്ങനെ കൂടിയെന്ന് ഇവർ കണ്ടുപിടിക്കണമായിരുന്നു. ഷുഗർ ഇല്ലാത്തൊരു ആൾക്ക്, ഒരു പേഷ്യൻറ്റിന് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കൂടി ശരിക്കും ഒരുപാട് ഇത്രയും ഫ്ലൂയിഡ് ഇതിനു മുമ്പ് ഡോക്ടർമാരൊന്നും കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ കേസിൽ വണ്ടാനത്തെ ഡോക്ടർമാർ പറഞ്ഞത്. ഇത്രയും ഫ്ലൂയിഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകിച്ച് കാരണം ഉണ്ടാവണമല്ലോ. ആ കാരണം എന്തുകൊണ്ട് ഈ WNCയിലെ ഡോക്ടർമാർ കണ്ടുപിടിച്ചില്ല? അവരെനിക്ക് റെസ്റ്റ് മാത്രമാണ് നിർദ്ദേശിച്ചത്. ഫ്ലൂയിഡ് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം, ഫ്ലൂയിഡ് പൊട്ടിയാൽ ബ്ലീഡിങ് ഉണ്ടാവും, അതുകൊണ്ട് പരമാവധി. അതായത് സുർമി പറഞ്ഞത് ഡോക്ടർ പുഷ്പയുടെ ചികിത്സ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആ ഡോക്ടറെ മാറ്റിയതെന്നാണ്. ഡോക്ടർ പറഞ്ഞത് 2 മാസം മാത്രമാണ് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത്. അപ്പോൾ ഈ വളർച്ചാക്കുറവ് കുഞ്ഞിനുണ്ട് എന്ന് കരുതി ടാബ്ലറ്റ് തന്നു. പിന്നെ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നാണ് ഡോക്ടർ പുഷ്പ പറയുന്നത്. അത് ശരിയാണെങ്കിൽ എന്ത് കുഴപ്പം കൊണ്ടാണ് സുറുമി ഡോക്ടർ പുഷ്പയെ ഒഴിവാക്കിയത്?
പുഷ്പ ഡോക്ടർ ഞാൻ കാണിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ശരിക്ക് നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ഓടിച്ചൊന്ന് നോക്കിയിട്ട് അവർ മരുന്നിനെഴുതി അടുത്ത പ്രാവശ്യം വാന്നും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. നമ്മൾ കാണിക്കുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകളൊന്നും നോക്കണ്ടേ, എന്തെങ്കിലും കുഴപ്പമുണ്ടാകും നോക്കണ്ടേ? അങ്ങനെ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഷേർലി മാഡത്തിൻ്റെ അടുത്ത് പോയത്. ശരി, അപ്പോൾ ഷെർലി മാഡം പറയുന്നത് സുർമി 7 സ്കാനിങ് നടത്തി, 7-ാം മാസത്തിലെ സ്കാനിങ്ങിൽ അതിൽ പോലും കുട്ടിയുടെ വൈകല്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഫ്ലൂയിഡിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ ഈ ശങ്കേഴ്സ് ലാബിലാണെന്ന് തോന്നുന്നു അതിലെ റേഡിയോളജിസ്റ്റായ ഡോക്ടർ എബിൻ പറഞ്ഞത് അത്രയൊക്കെ ഈ സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയൂ. ഞാൻ മനസ്സിലാക്കുന്നത് സുറുമി 7-2D അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് നടത്തിയിട്ടുള്ളതെന്നാണ്. സുറുമി 2 പ്രസവം കഴിഞ്ഞാണ്, ഇത് 3ാമത്തെ കുഞ്ഞാണ്. അപ്പോൾ ഇതിന് മുൻപൊന്നും ഇല്ലാത്ത ഒരു കോംപ്ലിക്കേഷൻ ആണല്ലോ ഇതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പിഴവാണ് എന്നാണ് സുറുമി മനസ്സിലാക്കുന്നത്? ഇത് സ്കാനിങ് സെൻറ്ററിൻ്റെ ഭാഗത്തും പിഴവുണ്ട്, എന്നെ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്തും പിഴവുണ്ട്. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിക്കേണ്ടത് ഡോക്ടറാണ് അതിന് വിദഗ്ധ ചികിത്സ നൽകേണ്ടത്. ആ 2D സ്കാനിൽ കാണുന്നില്ലെങ്കിൽ അതിന് മേലെയുള്ള സ്കാൻ ചെയ്ത് നോക്കണമായിരുന്നു, അതിന് നിർദ്ദേശിക്കണമായിരുന്നു. അത് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഫ്ലൂയിഡ് കൂടുന്നു എന്ന് ഈ ഡോക്ടർക്ക് ആ സ്കാനിങ് റിപ്പോർട്ടിലൊന്ന് മെൻഷൻ ചെയ്യാമായിരുന്നു. 2 കൂട്ടരും ഇത് ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. സുർമി, ഈ സ്കാനിങ് നടത്തിയത് ശങ്കേഴ്സ് ലാബിലാണോ? അതെ, 5-ാം മാസത്തിലെ സ്കാനിങ് ശങ്കേഴ്സ് ലാബിലാണ് ചെയ്തത്. ശരി, അപ്പോൾ ആ ലാബിൽ ഈ സ്കാനിങ് നടത്തുമ്പോൾ അവിടെ ഒരു റേഡിയോളജിസ്റ്റ്, ഒരു ഡോക്ടറോ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ? അവിടെ ഇരുന്ന് എന്നെ സ്കാൻ ചെയ്തത് ഡോക്ടറാണോ റേഡിയോളജിസ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ ഒരാൾ സ്കാൻ ചെയ്ത് അതിൻ്റെ വിശദ വിവരങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ അത് ആരാണെന്ന്, അത് സ്കാനിങ് റിപ്പോർട്ടിലെ പേര് നോക്കുമ്പോഴാണ് നമുക്ക് എബിൻ എന്തോ ആണ്. അതെ, ഡോക്ടർ എബിൻ റേഡിയോളജിസ്റ്റ് ആണ്. അത് ഡോക്ടർ എബിൻ റേഡിയോളജിസ്റ്റ് ആണ്. ഡോക്ടറാണോ അതെനിക്ക് അറിയത്തില്ല പുള്ളിക്കാരനെ. ശരി, അപ്പോൾ സുർമി ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടിയ ശേഷം സുർമി ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടിയ ശേഷം സുർമി പിന്നെ പോകുന്നത് ഡോക്ടർ ഷെർലിയെ കാണാനാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഡോക്ടർ ഷെർലി എന്താണ് പറഞ്ഞത്? ഫ്ലൂയിഡ് കൂടിയിട്ട് ചെന്നപ്പോൾ പറഞ്ഞത് ബെഡ് റെസ്റ്റ് ആണ്, അനങ്ങരുത്. ഫ്ലൂയിഡ് പൊട്ടിപ്പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി മാത്രമേ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നുള്ളൂ. ഞാൻ ചോദിച്ചു കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടാവുമോ ഡോക്ടറേന്ന്. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്കിത് പൊട്ടിപ്പോയാൽ ചിലപ്പം കുഞ്ഞിൻ്റെ ജീവന് ചിലപ്പോൾ അപകടം ഉണ്ടായേക്കാം. കാരണം ശക്തിയിൽ വെള്ളം പുറത്തേക്ക് ചാടുമ്പോൾ ചിലപ്പോൾ പൊക്കിൽ കൊടി പുറത്ത് ചാടി എന്തെങ്കിലും അപകടം ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു. അതല്ലാതെ ഈ അനോമലീസിന്റെ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് സുർമിക്ക് ഈ സുർമിയുടെ 3ാമത്തെ കുഞ്ഞാണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനകത്ത് ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു സംശയം സുർമിക്ക് തോന്നിയിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത്? നമ്മൾ 1-ാം മാസം മുതലേ ബ്ലീഡിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമല്ലോ, പരമാവധി സൂക്ഷിച്ചില്ല നടക്കുക കുഞ്ഞൊന്നും വരുത്തരുതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഈ വെള്ളം കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതാണ് കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടാവുക ഡോക്ടറേന്ന്. അത് ഞാൻ പ്രത്യേകം ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അത് ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്ന് എടുത്ത് പറയുകയും ചെയ്തു. ആ ഒരു ധൈര്യത്തിലാണ് വണ്ടാനത്തെ ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനതത്ര കാര്യമായിട്ട് എടുത്തില്ല. എൻ്റെ ഡോക്ടർ ഒരു കുഴപ്പവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേന്നുള്ളത്. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് അതെല്ലാം വണ്ടാനത്തെ ഡോക്ടർ പറഞ്ഞ സത്യമായതെന്ന് മനസ്സിലായത്. ശരി സുറുമി, അത് ശരിയാണ്. കാരണം ആ പീരീഡിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരിക്കും നമ്മൾ എല്ലാ തവണയും ആവർത്തിച്ച് ഡോക്ടറോട് ചോദിക്കുക. നമ്മൾ കാണിക്കുന്ന ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ ആശ്വാസവാക്കായിരിക്കും, അതാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക. അത് ഡോക്ടർ ആനി സക്രിയെ പോലൊരു ഗൈനക്കോളജിസ്റ്റിന് ഈ ഒരു മനഃശാസ്ത്രമൊക്കെ നന്നായി അറിയാമായിരിക്കും. ഡോക്ടർ ആനി സക്രിയ,
ഇതിനകത്ത് ഡോക്ടറെ 2 പ്രതികൾ പ്രധാനമായിട്ടുണ്ട്. 20 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള 2 ഗൈനക്കോളജിസ്റ്റുകൾ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഒന്നാം പ്രതിയായി ഈ കേസിൽ വരുന്നത് ഡോക്ടർ പുഷ്പയാണ്. ഡോക്ടർ ആനി സക്കറിയ, ഡോക്ടർ പുഷ്പ പറയുന്നത് 2 സ്കാൻ റിപ്പോർട്ടാണ് കണ്ടത് തുടക്കത്തിൽ. അതിൽ വളർച്ചാ കുറവുണ്ട് കുട്ടിക്ക് എന്ന് കണ്ടെത്തി ടാബ്ലറ്റ് കൊടുത്തു. പിന്നെ 5-ാം മാസത്തിലെ സ്കാനിങ്ങിന് ശേഷമേ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയൂ എന്നാണ്. ഡോക്ടർ ആനി സക്കറിയ, അങ്ങനെയാണോ ശരിക്കുമുള്ളത്? പിന്നെ 7-ാം മാസത്തിൽ സ്കാനിങ് നടത്തി. അപ്പോൾ സുറുമിയോട് പറഞ്ഞത്, അതായത് മറ്റൊരു ഡോക്ടറായ ഡോക്ടർ ഷെർലി പറഞ്ഞത്, അവർ ഈ ഫ്ലൂയിഡ് ഉണ്ട്, അത് ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്നതുകൊണ്ട് ദേഹം അനങ്ങാതെ വിശ്രമിക്കണം എന്നത് മാത്രമാണ്. കുഞ്ഞിൻ്റെ വൈകല്യം ഈ 2 ഡോക്ടർമാർക്കും കണ്ടെത്താൻ പറ്റാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ? കുഞ്ഞിന്റെ വൈകല്യം നമ്മൾ മെയിൻലി അറിയുന്ന അൾട്രാസൗണ്ട് സ്കാനിൽ കൂടെ. നമ്മൾ ഒരാൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സീരിയൽ സ്കാനിങ്സ് ചെയ്യും. ആദ്യത്തെ സ്കാനിങ് നമ്മൾ ഒരു 6 ആഴ്ച ആകുമ്പോഴാണ് അഡ്വൈസ് ചെയ്യുന്നത്. അന്നേരം മെയിൻലി നമ്മൾ അറിയുന്ന ഹാർട്ട് ബീറ്റ് ഉണ്ടോ, എന്നിട്ട് അത് യൂട്രസിനകത്താണോ, യൂട്രസിന്റെ വെളിയിൽ എക്ടോപിക് എന്ന് പറയും, ട്യൂബൽ പ്രഗ്നൻസിയോ അങ്ങനെ വല്ലതും ആണോ. അടുത്ത ഒരു ഡീറ്റെയിൽ സ്കാന് ഒരു 11 തൊട്ട് 14 ആഴ്ച ആകുമ്പോൾ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് മേജർ എനോമലീസ് ഒരു 50% നമുക്ക് അറിയാൻ ഒക്കും. മെയിൻലി ബ്രെയിൻ്റെ എനോമലീസ്, തലയോട്ടി ഉണ്ടോ, എൻകെഫാലി എന്ന് പറയും. അതേസമയം വലിയ ലിംബ് എനോമലീസ്, ലിംസ് ആബ്സെന്റ് ആണോ, അങ്ങനെ ചില കാർഡിയക് എനോമലീസ്. എക്സ്പേർട്സ്, ഡോക്ടറിന്റെ എക്സ്പെർട്ടൈസ് അനുസരിച്ചായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്നാലും 50% ഓഫ് എനോമലീസ് ഇതിൽ കൂടെ അറിയാൻ ഒക്കും. ഈ 11 to 14 വീക്സ് ചെയ്യുന്ന സ്കാനിനെ NT സ്കാൻ എന്ന് പറയും. ആ ഒരു NT എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് എടുത്തിട്ട് പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാനൊക്കും. മെയിൻലി ക്രോമോസോമൽ ഡിഫക്റ്റ്, ഡൗൺ സിൻഡ്രോം, മോങ്കോളിസം, അതൊക്കെയാ ക്രോമോസോമൽ ഡിഫക്റ്റ്. അത് കൺഫേം ചെയ്യാനായിട്ട് ഇപ്പം പേഷ്യന്റ് ഹൈ റിസ്ക് സോണിൽ വന്നാൽ കൺഫേം ചെയ്യാനായിട്ട് പിന്നെ അടുത്ത ടെസ്റ്റുകളുണ്ട്. NIPT എന്ന് പറയും. അത് അമ്മയുടെ ബ്ലഡിൽ നിന്ന് കുഞ്ഞിന്റെ DNA എടുത്ത്, സെൽഫ് DNA എടുത്ത് അതിന്റെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ഉണ്ട്. അതേപോലെ ആംനിയോസെന്റസിസ് ഉണ്ട്. അത് ഇച്ചിരി ലേറ്റർ ഫേസിലാണ്. ഇപ്പം NT സ്കാൻ നോർമൽ ആണെങ്കിൽ തന്നെ എല്ലാ പേഷ്യൻസും 3-ാമത്തെ മാസം ഒരു ഡീറ്റെയിൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ സ്ക്രീനിങ് ടെസ്റ്റിൽ നമുക്ക് ക്രോമോസോമൽ അനോമലിയുടെ റിസ്ക് അറിയാൻ ഒക്കും. പിന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു 15 വീക്സ് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രുപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അതിലും ഈ ക്രോമോസോമൽ അനോമലീസിന്റെ കാര്യം അറിയാൻ ഒക്കും, ഡിഫക്ട്സ് ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 18 to 20 വീക്സിൽ ഒരു ഡീറ്റെയിൽ അനോമലി സ്കാൻ ഉണ്ട്. ഓൾമോസ്റ്റ് 95% ഓഫ് അനോമലീസ് നമുക്ക് ഈ സ്കാനിൽ അറിയാൻ ഒക്കും. ബ്രെയിൻ്റെ അനോമലീസ്, ഹാർട്ടിന്റെ അനോമലീസ്, ലിംബ് ഡിഫക്ട്സ്, ലെഫ്റ്റ് ലിപ്റ്റ് എന്നൊക്കെ പറയും, ലിപ്പിലൊക്കെ ഡിഫക്റ്റ് ഉള്ളത്, ഇങ്ങനെ പല അനോമലീസ് ഓൾമോസ്റ്റ് 95% ഇത് നമുക്ക് ആ സമയത്ത് അറിയാൻ ഒക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ ആണെങ്കിൽ ഫീറ്റൽ എക്കോയോ, ഹാർട്ടിന്റെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഫീറ്റൽ എക്കോ ചെയ്യും. അല്ല വേറെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് അനോമലീസ് എല്ലാം കൺഫേം ചെയ്യും. അങ്ങനെ സീരിയൽ എക്സാമിനേഷനിലെ ഒരാൾക്ക് പറയാൻ ഒക്കും പേഷ്യന്റിനെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും മനസ്സിലാക്കിയ ഭാഗത്ത് നിന്ന് ഞാൻ ചില സംശയങ്ങൾ ചോദിക്കട്ടെ. ഡോക്ടർ പറഞ്ഞു 95% അനോമലീസും വൈകല്യങ്ങളും ഏതാണ്ട് 5 മാസമാകുമ്പോഴേക്കും, അല്ലെ ഡോക്ടർ? 5 മാസം കഴിഞ്ഞ് നടത്തുന്ന പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുമെന്നല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? അതായത് 12 മുതൽ 16 ആഴ്ചകൾ വരെ, അങ്ങനെയല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം അത് മെഷീനെ കുറിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈ റെസൊല്യൂഷൻ നല്ല ക്വാളിറ്റി മെഷീൻ ആയിരിക്കണം. ചിലപ്പോൾ സാധാരണ മെഷീൻസിലൊക്കെ ചെയ്യുമ്പോൾ ആ ഡിഫക്റ്റ് ഒക്കെ മിസ് ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാതെ ട്രെയിനിങ് ഓഫ് ദ ഡോക്ടർ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇപ്പം നമുക്ക് ഞാൻ ഡോക്ടർ ഒരിക്കൽ കൂടി ഞാൻ ഇടപെടുകയാണ് ഡോക്ടർ, ക്ഷമിക്കണം. അതായത് സുറുമിയുടെ കേസ് നോക്കൂ ഡോക്ടർ. ഇവിടെ സുറുമിക്ക് സംഭവിച്ചത് കണ്ണും കാതുമൊന്നും യഥാസ്ഥാനത്തല്ലാത്ത, വായ തുറക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ അവർക്ക് പ്രസവിക്കേണ്ടി വന്നു. നമുക്കറിയാം, ഈ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു, മെഡിക്കൽ സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ടുണ്ട്. ഓരോ നിമിഷത്തെയും ഇപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ നമ്മളോട് എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ ചെറിയ മൈനർ ഡിഫക്റ്റ് വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, 5 മാസം കൊണ്ട് 95% ഡിഫക്റ്റും കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ടെങ്കിൽ 7-ാം മാസത്തിൽ നടത്തിയ ഈ പരിശോധനയിൽ പോലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആരെയാണ് സംശയിക്കുക? ഈ ഗൈനക്കോളജിസ്റ്റിനെയാണോ അതോ ലാബുകാരെയാണോ? ഇത് പ്യൂർലി അൾട്രാസൗണ്ട് ഫൈൻഡിങ്.
ഒരു ഗൈനക്കോളജിസ്റ്റിനെ ജസ്റ്റ് എക്സാമിൻ ചെയ്ത് നമുക്കത് പറയാൻ ഒക്കത്തില്ല ഉള്ളിലിരിക്കുന്ന ബേബിക്ക് എന്തൊക്കെ ഡിഫക്റ്റ് ആണ്. അപ്പൊ ഇത് ഒരു ഹൈ റെസൊല്യൂഷൻ അൾട്രാസൗണ്ട് ഇൻ എക്സ്പേർട്സ് ഹാൻഡ്സ്. ആൻഡ് അതല്ലാതെ തന്നെ പേഷ്യന്റെ കുറച്ച് ചിലപ്പം വയറിന്റെ തിക്നെസ്, പിന്നെ ബേബിയുടെ പൊസിഷൻ ഇമ്പോർട്ടന്റ്. സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബേബിയുടെ പൊസിഷൻ അത്ര ഫേവറബിൾ അല്ലായിരിക്കും ഫേസ് ഒക്കെ കാണാൻ. അങ്ങനെ ആകുമ്പോൾ പല തവണ 3-4 തവണ വിളിപ്പിച്ച് റിപ്പീറ്റ് ചെയ്യിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഒരു ഒരു ഡിഫക്റ്റ് ചിലപ്പോൾ മിസ്സായാലും ചാൻസസ് ഉണ്ട്. അത് അല്ല ഡോക്ടർ, ഇത്രയും ചിലപ്പോൾ മേജർ ഡിഫക്റ്റ്, ഇത്രയും മേജർ ഇഷ്യൂസ് അങ്ങനെ മിസ്സാകുമോ ഡോക്ടർ? അതിന്റെ എന്തെങ്കിലും ഒരു മേജർ ക്ലൂ? മേജർ ഞാൻ പറഞ്ഞല്ലോ, മേജർ ഡിഫക്ട്സ് വിത്ത് എ ഗുഡ് അൾട്രാസൗണ്ട് മെഷീൻ വിത്ത് എൻ എക്സ്പേർട്ട് ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ഫീറ്റോ മെറ്റർണൽ മെഡിസിൻ, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ യൂഷ്വലി പീപ്പിൾ ഡിറ്റക്ട്. ബട്ട് ദർ ആർ അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ട് ചിലപ്പോൾ ഇത് മിസ് ചെയ്തു പോകുന്നത്. ശരി അത് ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ബേബിയുടെ 20 പൊസിഷൻ അനുസരിച്ച് വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർക്ക് ഇത് മിസ് ചെയ്യുമോ? ഡോക്ടർ ആനി സക്കറിയ, മിസ് ചെയ്യാമോ നമുക്ക് ഡോക്ടർ? ഇപ്പം ഈ കുഞ്ഞിന്റെ ഡിഫക്ട്സ് എപ്പോഴും ഒരു അൾട്രാസൗണ്ട് ഫൈൻഡിങ് ആണ്. ഓക്കെ, പിന്നെ ഫ്ലൂയിഡ് കൂടുമ്പോൾ നമുക്ക് സസ്പീഷൻ വരും. അപ്പൊ ഞങ്ങളായാലും ആദ്യം നോക്കുന്നത് എന്തെങ്കിലും എനോമലി സ്കാനിൽ വല്ലതും 5-ാം മാസത്തെ സ്കാനിൽ ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. പക്ഷെ അതൊരു അത്ര ഡിഫക്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമുക്ക് പിന്നെ വേറെ കോസസ് ആണ് നോക്കേണ്ടത്. ഷുഗർ ഉണ്ടോ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാ ആ ലൈനിലോട്ട് നമ്മൾ നോക്കുന്നത്. ശരി ഡോക്ടർ, ബിക്കോസ് ഞാൻ ഇതൊരു ഡോക്ടർ കുറച്ച് അൾട്രാസൗണ്ട് ഫൈൻഡിങ് ആ. ഫർദർ ക്ലാരിഫിക്കേഷൻ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വീണ്ടും വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, നിയമവിദഗ്ധ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നു, ഇനിയിപ്പോൾ 7-ാം മാസത്തിൽ ഈ കുഞ്ഞിന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുക, എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന ചോദ്യമുണ്ട്. അവിടെ നമുക്ക് ഈ അബോർഷൻ പോലെയുള്ള കാര്യങ്ങളിൽ വലിയ നിയമപ്രശ്നമായ അതിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും നിയമപരിരക്ഷ എന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനൊരു ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന ഗണത്തിൽ ഈ പ്രശ്നത്തെ നമുക്ക് പെടുത്താൻ കഴിയുമോ? നേരത്തെ ഈ വൈകല്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. തീർച്ചയായിട്ടും നമുക്ക് 2 ആക്റ്റുകളാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. ഒന്ന്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ MTP ആക്ട് ഉണ്ട്. അതായത് അബോർഷൻ നിയമം. വളരെ കൃത്യമായി തന്നെ നിയമത്തിൽ പറയുന്ന കാര്യമാണ്, കുഞ്ഞിന് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ അപകടമാണ്, അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ക്രോമോസോമൽ ഡിഫക്ട്സ്, എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കേണ്ടായിരുന്നു. അങ്ങനെ 4 ഈ കാര്യങ്ങളിൽ കൃത്യമായി രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ പറയുകയാണ് ഇത് ഗർഭം തുടരുന്നത് കുഞ്ഞ് കൃത്യമായിട്ടൊരു അവസ്ഥയിലല്ല കിട്ടുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അബോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ റേപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്തുമുള്ള കുഞ്ഞുങ്ങളെയും നമുക്ക് അബോർട്ട് ചെയ്യാൻ തീരുമാനിക്കാം. അല്ലെങ്കിലും ഞാൻ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്ന് പറയുന്ന സമയത്തും നമുക്ക് അബോർഷൻ റൈറ്റ് ഉണ്ട്. പക്ഷേ അബോർഷന് വേണ്ടി ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ എന്തോ വലിയൊരു കുറ്റം ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നൊരു സംഗതി. അപ്പോൾ അബോർഷൻ ഇവിടെ ഈ ഒരു കേസിൽ 5-ാം മാസത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ 6 മാസം വരെ യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ ഈ ആക്ട് പ്രകാരം തന്നെ അബോർഷൻ ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ അനോമലീസും ഈ കുഞ്ഞിന് ഉണ്ടായിരുന്നു. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സ്കാനിങ്, ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ ഒരു ഫീറ്റൽ സ്കാനിങ് ആ രീതിയിലുള്ളത് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള നാട്ടിലാണെങ്കിൽ അത് നാട്ടിലാണല്ലോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ സ്കാനിങ്ങിലേക്ക് നിർദ്ദേശിക്കുകയും അത് കണ്ടെത്തി മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. അതായത് പ്രഗ്നൻസി കൊണ്ടുപോകാതെ ഈ കാര്യങ്ങൾ അബോർഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ 7-ാം മാസത്തിലെ പ്രഗ്നൻസി ആണെങ്കിൽ പോലും ചില കേസുകളിൽ കോടതി ഇടപെട്ടുകൊണ്ടും അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരമൊക്കെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന രീതിയിൽ കുഞ്ഞിൻ്റെ ജീവിതം വളരെ ദുരിതപൂർവ്വമോ അല്ലെങ്കിൽ അത്രമാത്രം ഡിഫക്റ്റുകളുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ജനിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, അവർ ജീവിക്കുന്നുണ്ട്, അവരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കുഞ്ഞെന്ന നിലയിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈകല്യമുള്ള കുഞ്ഞ് എന്നാണ്. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് എന്നാണ് ആ കുഞ്ഞിനെ കാണേണ്ടത്. ഇനി ആ കുഞ്ഞിനെ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. കുഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ആ റൈറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. പക്ഷേ ഇവിടെ കൃത്യമായ ഒരു നെഗ്ലിജൻസ് ഞാൻ കാണുന്നുണ്ട്. അതായത് പണ്ട്
ഇന്ത്യൻ പീനൽ കോഡിൽ 304A കൃത്യമായി തന്നെ നെഗ്ലിജൻസ് എന്ത് എന്ന് പറയുകയും അതിൽ എല്ലാതരം നെഗ്ലിജൻസുകളും അതിൽ വരികയും ചെയ്യുമ്പം വളരെ നിസ്സാരമായിട്ടാണ് മെഡിക്കൽ നെഗ്ലിജൻസ് അതിൻ്റെ ഉള്ളിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനെ മാറ്റി ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ പീനൽ കോഡ് വന്ന സമയത്ത് ഡോക്ടർമാർ പ്രൊട്ടക്ഷൻ നടത്തിയല്ലോ അവരുടെ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ അന്ന്. ഈ ആക്റ്റിൽ നിന്നും ഡോക്ടർമാരെ റൈറ്റ്, അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് ക്രിമിനൽ നെഗ്ലിജൻസ് തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ 5 വർഷം നിർബന്ധമായി തന്നെ ഇംപ്രസ്മെൻറ്റ് പോകുന്ന അവസ്ഥയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. എന്തിനാണ് ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്? ഇവിടെ ഒരു പ്രോപ്പർട്ടിക്കോ അതല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനോ വലിയ നഷ്ടവും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഭീകരമായി തന്നെ ഇപ്പോൾ ഫോർസെപ്സ് ഒക്കെ മറന്നു വെച്ചിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡോക്ടേഴ്സ്, അത് സ്റ്റാൻഡേർഡ് ഓഫ് മെഡിക്കൽ കെയർ കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് പണിഷ്മെൻറ്റ് കൂട്ടിയിട്ടുള്ളത്. ഡോക്ടേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ കൂണ് പോലെയാണ് നമ്മുടെ നാട്ടിലെ സ്കാനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. ഇപ്പം ഞാൻ തന്നെ സ്കാനിങ്ങിന് പോയിട്ടുണ്ട്. സ്കാനിങ്ങിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന സംഗതി ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നു, പെട്ടെന്ന് സ്കാൻ ചെയ്യണം. നമുക്ക് ചില സംശയങ്ങളുണ്ട്, അത് ചോദിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇതേ നോക്ക്, ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് മാറ്റി വയ്ക്കുന്നു. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുക പോലുമില്ല, കണ്ണൊക്കെ തെളിയാതെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം അത് കൂടെയുള്ള ബന്ധുവിനെ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഡോക്ടറാണ്, ഞാൻ റേഡിയോളജിസ്റ്റ്. നേരത്തെ അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡോക്ടറാണോ റേഡിയോളജിസ്റ്റാണോ എനിക്കറിയില്ല. റേഡിയോളജിസ്റ്റ് ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഡോക്ടർ എന്ന പോസ്റ്റ് ഉണ്ട്, മെഡിക്കൽ പ്രാക്ടീഷണർ ആണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊന്നും ഇല്ല, ആ ബേസിക് അറിവ് പോലും ഇല്ല. ഇപ്പോൾ നമ്മളുടെ ചർച്ചയിലിരിക്കുന്ന ഡോക്ടർ നേരത്തെ സംസാരിച്ച ഈ കാര്യങ്ങൾ വഴി കേരളത്തിൽ എത്ര സ്ത്രീകൾക്കറിയാം? എല്ലാവരും ഈ കണ്ടുകാണപ്പെടുന്ന മനുഷ്യർ മുഴുവനും അമ്മമാർ പ്രസവിച്ചുണ്ടായതല്ല, നമ്മൾ ക്ലോൺ ചെയ്യപ്പെട്ടുണ്ടായതോ ടെസ്റ്റ് ശിശുക്കളോ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും ആളുകൾ ഇടപെടുന്ന ഒരു, അല്ലെങ്കിൽ പ്രസവം എന്നുള്ളത് മെഡിക്കലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രമാത്രം സംവിധാനവും ഒരു പ്രസവത്തിനും സിസേറിയന് ലക്ഷം വരെ എത്തുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രമാത്രം സ്കാനിങ്ങിലൂടെ കടന്നു പോവുകയും ഓരോ സമയത്തും എനിക്ക് പ്രശ്നമുണ്ടോ എൻ്റെ കുഞ്ഞിന് പ്രശ്നമുണ്ടോ എന്ന് ആദ്യമോടെ ചോദിക്കുന്ന ഒരു സ്ത്രീയുടെ ആ ചോദ്യങ്ങളെ കൃത്യമായി നോക്കേണ്ടുന്ന ഒരാൾ. കാരണം എന്താ, ഈ ആക്റ്റിൽ പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനമാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു ലൈബിലിറ്റി ഉണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. അവർക്ക് നമുക്ക് വേണ്ട കെയർ പ്രൊട്ടക്ഷൻ തരേണ്ട ഡ്യൂട്ടി ഉണ്ട്. അത് ചെയ്യേണ്ട ആൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അത് ചെയ്യാതെ നെഗ്ലിജൻസ് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് നെഗ്ലിജൻസ്? തർക്കമാണ്. ഷെയർഡ് നെഗ്ലിജൻസ് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഡോക്ടർക്ക് എന്തുകൊണ്ടാണ് സ്കാനിങ് ചെയ്യണം തോന്നിയത്? അവിടെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് സ്കാനിങ് ചെയ്യണം തോന്നുന്നത്. കുഞ്ഞിന് വളർച്ച കുറവുള്ളതുകൊണ്ട് മരുന്ന് കൊടുത്തുന്നു ഒരു ഡോക്ടർ, സ്കാനിങ് നിർദ്ദേശിക്കുന്നു, സ്കാനിങ് റിപ്പോർട്ട് പോയി അടുത്ത ഡോക്ടറെത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ മാറി മറ്റൊരു ഡോക്ടർക്ക് അടുത്തേക്ക് വരുമ്പോൾ എന്നെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല, എൻ്റെ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ വയറ്റിൽ വെള്ളം കൂടുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, 2 പ്രസവം കഴിഞ്ഞ പോലെയല്ല 3ാമത്തെ പ്രസവം എന്ന് ഈ അമ്മ ആദ്യമോടെ പറയുമ്പോൾ എന്ത് നിസ്സാരവൽക്കരിച്ചിട്ടോ അല്ലെങ്കിൽ അത് തിരക്ക് ഒക്കെ കാര്യങ്ങൾ പറയുന്ന സംഗതി. പക്ഷേ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നതിൻ്റെ ഇടയിൽ നെഗ്ലിജൻസ് വരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആക്റ്റുകൾ സ്ട്രിക്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇനിയും, അതായത് നമ്മുടെ നാട്ടിലെ സാധ്യതകൾ വളരുന്നതനുസരിച്ച് നിയമവും വളരേണ്ടതുണ്ട്. നിയമത്തിന് പോരായ്മകളുണ്ട് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അപ്പോൾ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ നിയമപരമായി എന്ത് പരിരക്ഷയാണ് സുറുമിക്ക് കിട്ടാൻ പോകുന്നതെന്നാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇനി തുടർ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമുണ്ട്. അവരനുഭവിച്ച വേദന, അതിന് എന്ത് പരിഹാരം എന്ന ചോദ്യമുണ്ട്. അവർക്ക് ഈ ഉണ്ടായിട്ടുള്ള നഷ്ടം, അവരുടെ സ്വപ്നത്തിന് മേലാണല്ലോ ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഒരു കുഞ്ഞെന്ന്. അപ്പോൾ അതിന് എന്ത് പരിഹാരം എന്ന ചോദ്യമുണ്ട്. എന്താണ് നിയമപരമായ സാധ്യതകൾ, ഇനി വഴികൾ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാവിധ പ്രൊട്ടക്ഷൻസും കിട്ടേണ്ട ഒരാളാണ്. നെഗ്ലിജൻസ് ഉണ്ട് എന്ന് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. FIR ഇട്ട് കാണും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവരതിന് വേണ്ടുന്ന നിയമപരമായി മുന്നോട്ട് പോകണം. ഇതിലൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്, നിയമമുണ്ട്, പക്ഷേ ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ എൻ്റെ നേരെ ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു FIR ഇട്ട് കേസ് അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് അതിന് വേണ്ടുന്ന ചിലപ്പോൾ
കോമ്പൻസേഷൻ അവാർഡ് ചെയ്യില്ല, കുഞ്ഞിന് വേണ്ടുന്ന മറ്റ് സംഗതികൾ അവാർഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരാണത് കൊടുക്കേണ്ടത്, ഈ സർവൈവ് ചെയ്യുന്ന ആൾക്ക് വേണ്ടുന്ന വിക്ടിമിന് വേണ്ടുന്ന പ്രൊട്ടക്ഷനും അതിൻ്റെ വേണ്ടുന്ന ഇതൊക്കെ ആര് ചെയ്യും, ആ ഒരു ജസ്റ്റിസിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂമർ ബോർഡിനെയും മറ്റു കാര്യങ്ങളൊക്കെ സമീപിക്കുന്നു. ഇപ്പോൾ പുതിയ കൺസ്യൂമർ നിയമമാണെങ്കിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കുറേ മറ്റ് വശങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചില ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അത് വെളിവാക്കി പറഞ്ഞാൽ ഉണ്ടാകുന്ന ചില നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് വരുമെന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം എനിക്ക് ആ സ്ത്രീയെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള അഡ്വക്കേറ്റ്സിന് അറിയാം അതെന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫോറങ്ങളിൽ പോയി ഇവർ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇവരുടെ വക്കീൽ ഫീസ് തൊട്ട് ഈ ഫോറങ്ങളിൽ കയറി ഇറങ്ങാനുള്ള ഇവരുടെ യാത്രാ ചെലവ് തൊട്ട് ഒരു ദിവസം മുഴുവനും കോടതിയിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ അത് എവിഡൻസിൻ്റെ കാര്യങ്ങൾ മറ്റ് ഇതിന് നമുക്കൊരു പ്രൊട്ടക്ഷനോ അതിന് സാധ്യതയില്ല. എന്നാൽ അതേസമയം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, അതായത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നത് ആരാണ്? അവർക്ക് വേണ്ടി IMA ആണ് ചിലവാക്കുന്നത്. അപ്പോൾ IMA അപ്പോയിൻറ്റ് ചെയ്യുന്ന വക്കീലന്മാരാണ് അവിടെ കേസ് നടത്താൻ വരിക. അതിൻ്റെ ചിലവ് വഹിക്കുന്നത് IMA ആണ്. അതാണ് ഇവിടുത്തെ ഒരു രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. അതായത് നെഗ്ലിജൻസ് ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായി അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു IMA എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഉണ്ടാവുകയും അതേസമയം ഇവിടെ ദുരിതം അനുഭവിക്കുന്ന, അതിൻ്റെ ട്രോമ അനുഭവിക്കുന്ന, അതിൻ്റെ ഭാവി മൊത്തം ഈ സ്ത്രീയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക, ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ചികിത്സിക്കാനും നോക്കാനും വേണ്ടിയിട്ട് ഈ കുടുംബം ഇനി നമുക്കറിയാലോ ലക്ഷങ്ങൾ വേണ്ടി വരും. ആരാണ് സഹായം ചെയ്യുക? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സംഗതികളിലൊക്കെ ഇതൊക്കെ ഇൻവോക്ക് ചെയ്യാനും ഇതൊക്കെ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ റൈറ്റ്സ് ഇവരുടെ വാങ്ങിച്ചു കൊടുത്ത് ഇവരെ കോമ്പൻസേറ്റ് ചെയ്ത് ഇവരെ കൃത്യമായി ഓരോരോ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്ത് ഒരുപക്ഷെ പല പല ഓപ്പറേഷൻസൊക്കെ ചെയ്ത് ഈ കുഞ്ഞിനെ ഏബിൾഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും കുടുംബം. ഒരുപാട് ആൾക്കാർ ഇവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ ഒരു മൈറ്റി സ്റ്റേറ്റ് നമ്മളെ സഹായിക്കാനില്ല അവിടെ. അവിടുത്തെ അങ്ങനെ ഒരു പ്രോബ്ലം. ഒരാളെ പീനലൈസ് ചെയ്താൽ മാത്രം പോരാ, അതായത് കുറ്റം ചെയ്ത ആളെ ശിക്ഷ മാത്രം പോരാ, ഇപ്പുറത്ത് സഫർ ചെയ്യുന്ന ആ വിക്ടിം എന്ന് തന്നെ പറയേണ്ടി വരും. മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ വിക്ടിമായി മാറിയ ആ കുടുംബം, അവരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രൊട്ടക്ഷനും നമ്മുടെ സംസ്ഥാനം നൽകേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നാണ്. അവിടെ വളരെ പുവറാണ് നമ്മുടെ നിയമങ്ങൾ, ഇല്ല എന്നല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല വലിയ എമൗണ്ട്, ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇതിന് പേയ്മെൻറ്റ്. ഒരു മനുഷ്യൻ ആ കുഞ്ഞ് നേരായ രീതിയിൽ, അത് നോർമലായ രീതിയിൽ ജനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ലോകത്തിന് ഏതൊക്കെ രീതിയിൽ സംഭാവന ചെയ്യില്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു ശാസ്ത്രജ്ഞനാവോ, ഒരു പ്രധാനമന്ത്രിയാവോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ കയറോ, ഒരു ഡോക്ടറോ, നമുക്ക് പറയാൻ പറ്റില്ല. ആ കുഞ്ഞ് എന്താ കലാകാരനാവോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതിനെ നമ്മൾ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക? എന്ത് വിലയിട്ടാണ്? അതിന് പകരം ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ഇനി ആ കുടുംബവും അവരുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇനി നടക്കേണ്ടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു വല്ലാത്ത അവിടെയാണ് നിയമം വളരെ ദരിദ്രമായിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. ശരി, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, കേരളത്തിലെ 2 സർക്കാർ ആശുപത്രികളിൽ നിന്നുണ്ടായ ദുരനുഭവം സമ്മാനിച്ച വേദനയാണ് ഈ 2 അമ്മമാർക്ക് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ പങ്കുവെക്കാനുള്ളത്. അതിൽ നമ്മൾ സുറുമിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നുഹ് കൂടി ഇനിയിപ്പോൾ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ഡോക്ടർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അല്പം മുൻപ് സുറുമി അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. താങ്കൾക്ക് സുറുമിയുടെ കേസ് നന്നായി അറിയാമല്ലോ. ഇനിയിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട്ട് നിന്നുള്ള അനുശ്രീയാണ്. അനുശ്രീ വലിയ ചികിത്സാ പിഴവ് ആരോപിച്ചിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെയാണ്. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ സൂരജിനെതിരെയാണ്. എന്താണ് അനുശ്രീക്കുണ്ടായ ദുരനുഭവം? ഞാൻ പ്രഗ്നൻ്റ് ആയത് മുതലേ സൂരജ് ഡോക്ടറെ കാണിച്ചതാണ്. എല്ലാ ടെസ്റ്റും, എന്തൊക്കെ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും തുടക്കം മുതലേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 9th മന്തിലെ സ്കാനിങ് എടുത്ത് നമ്മൾ നോക്കിയപ്പോൾ കുട്ടീൻ്റെ കയൽ കുരുങ്ങിയതായിട്ട് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അഡ്മിറ്റ് ആവണം എന്നുള്ള രീതിയിൽ എല്ലാ സാധനം എടുത്ത് ഡോക്ടറെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതങ്ങനെ അഡ്മിറ്റ് ആവേണ്ട കേസല്ല, പിന്നെ ടൈം ഇനിയുണ്ട്, അത് തനിയെ അയഞ്ഞു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആവാനൊന്നും ആയിട്ടില്ല പറഞ്ഞ് തിരിച്ചയച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. പിന്നെ ജനുവരി 1 എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ട്, അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഷുഗർ ഡൗണായി 50 ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ ഞാൻ അഡ്മിറ്റ് ആവാം. അന്നേരം ഡോക്ടർ പറഞ്ഞ് അതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ വീട്ടിൽ വന്ന് കാണിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തിയപ്പോൾ സമയത്ത് എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ നോർമലേ. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അഡ്മിറ്റ് ആവേണ്ട ടൈം ആയിട്ടില്ല, ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. ജനുവരി 12 സൂരജ് ഡോക്ടറെ വീട്ടിൽ കാണിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. ജനുവരി 13 തന്നെ
ഞങ്ങൾ പോയി അഡ്മിറ്റായി. പിന്നെ എനിക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു സ്കാനിങ് എടുക്കണോ, പിന്നെ ഈ കായൽ കുരുങ്ങിയിട്ടുണ്ടല്ലോ അത് റെഡിയാണോ എന്ന്. സാറ് പറഞ്ഞു. അപ്പോൾ ജനുവരി 13 അഡ്മിറ്റായി. പിന്നെ ജനുവരി 17 എനിക്ക് വേദനയ്ക്കുള്ള ഗുളിക തരുന്നത്. 2 ഗുളിക വീതം 3 നേരമായിട്ട് തന്നു. അങ്ങനെ ജനുവരി 18 പുലർച്ചെ ഒരു 12:30 12:45 ആ ഒരു ടൈമിനാണ് പെയിന് വന്നിട്ട് ലേബർ റൂമിൽ അഡ്മിറ്റ് ആക്കുന്നത്. അവിടെ ആ സമയത്ത് ഞാനും വേറൊരു പേഷ്യൻറ്റും കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ 2 സ്റ്റാഫും. അതിൽ ക്ഷമ അവിടുത്തെ സ്റ്റുഡൻറ്റ്. ആ ടൈമിന് എനിക്കറിയില്ല അവരെ പേരോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നീട് മനസ്സിലാക്കിയതാണത്. ഈ ഡോക്ടർ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇത്തരത്തിലൊരാളോട് പറയണമെങ്കിൽ ഓൾറെഡി പെയിന് വന്നിട്ട് നമ്മൾ അങ്ങേ അറ്റത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാണ്, എന്താ ഗർഭിണിയായ പ്രസവിക്കണം തനിക്കറിയില്ലേ, പിന്നെ എന്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇതൊന്നും അറിയാണ്ടാണോ ഈ പരിപാടിക്കുന്നത്. അത്ര മോശമായിട്ടാണ് പറയുന്നത്. എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എൻ്റെ അമ്മ അരിയത്തുണ്ട്. അമ്മ എന്നിട്ട് കരയുക ചെയ്ത്. എന്നിട്ട് ഡോക്ടർ നമ്മളെ ഫുൾ ഷൗട്ടിങ് തന്നെ അതിനുള്ളിൽ. എൻ്റെ ഡോക്ടർ വന്ന് PV ഒക്കെ ചെയ്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞ് ഫ്ലൂയിഡ് പൊട്ടിച്ച്. എന്നിട്ട് പറഞ്ഞ് അമ്മ ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ടുണ്ട്, മുണ്ട് മാറ്റാൻ വേറൊരു മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ എല്ലാം കൂടി ഓടിപ്പോയി മുണ്ടെല്ലാം എടുത്തുണ്ടെന്ന് വേറെ മുണ്ട്. അപ്പം തൊട്ടേ എനിക്ക് ബ്ലീഡിങ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാനും പറഞ്ഞു. അവിടെ പോയി കിടന്ന് ഞാൻ അമ്മയുടെ വേദന എന്ന് പറയുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ ഒന്ന് വന്ന് നോക്കുമോ, വേദനയായിട്ട് കരയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ പ്രസവ വേദന വന്നാലൊന്നും പ്രസവിക്കില്ല, 24-48 മണിക്കൂർ അതിൻ്റെ പ്രസവിക്കുള്ളൂ, പിന്നെ അവിടെ പോയിരിക്കുന്നവൻ. ആ ഡോക്ടർ അവിടെ കിടന്നുറങ്ങുക ചെയ്തത്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പറയും ഇവരിങ്ങനെ ഷൗട്ട് ചെയ്യുന്ന അമ്മ തിരിച്ചു വരുന്നത്. ഞാൻ ആരും വന്ന് നോക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഒരു പുലർച്ചെ ടൈമായ ഈ ഡോക്ടർ ഞാൻ കാണുന്നില്ല, ഞാൻ കേൾക്കുകയാണ് അമ്മയോട് പറയുന്നത്. എൻ്റെ അടുത്ത് വരികയൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയണം അമ്മ കുട്ടീനെ പോയി കുളിപ്പിച്ചിട്ട് കൊണ്ടുപോവാ, പിന്നെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന ടൈമാണ്. ഈ ടൈമിനല്ലെന്ന് വെച്ചാൽ എനിക്ക് നടക്കാനൊന്നും ഒന്നും പറ്റുന്നില്ല. അമ്മ എങ്ങനെയൊക്കെ എന്നെ താങ്ങി പിടിച്ച് പോയി കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഇത് കഴിഞ്ഞതോടുകൂടി എൻ്റെ ശരീരം കംപ്ലീറ്റ് വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു കുളിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ വിറയൽ വന്നു. അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കും ഞങ്ങളോട് കുളിപ്പിക്കാനല്ലല്ലോ മേല് കഴുകിക്കാനല്ലേ പറഞ്ഞു. അമ്മ മേല് കഴുകിച്ച് തന്നെയാണ് കൊണ്ടുവന്നത്, പക്ഷെങ്കിൽ വിറയ്ക്കുന്നത്. ആ ഒരു കാപ്പി അങ്ങ് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ അറിയത്തില്ല ഇവരാരും. അപ്പോൾ അമ്മ ഹസ്ബൻഡിനോട് പറഞ്ഞ് കാപ്പി വാങ്ങി, കാപ്പി തന്ന്. എന്നിട്ടൊന്നും എനിക്ക് വിറയൽ നിന്നില്ല. ഡോക്ടറോട് കാര്യം പറഞ്ഞ് ഡോക്ടർ അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് നോക്കണം, ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയുമ്പോൾ ഒന്ന് വന്ന് നോക്കണം. അതൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ശരീരം ഇങ്ങനെ തടവി തരുമ്പോൾ കയ്യിൽ 2 നഖത്തിലും നീല നിറമായി പോയിട്ടുണ്ട്. അമ്മ മോളെ എൻ്റെ കുഞ്ഞിൻ്റെ കൈമ നീല നിറം, അതാണ് ഞാൻ അവസാനമായിട്ട് കേട്ടത് ആ ടൈമിൽ. പിന്നെ എനിക്ക് ഈ ബോധം നഷ്ടപ്പെടുകയും ചെയ്തത്. അമ്മ പറഞ്ഞത് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഒച്ചപ്പെട്ട് ബഹളം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ ഞങ്ങൾ 2 ഡോക്ടേഴ്സ് സ്റ്റാഫ് 2 പേരെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എവിടുന്നാ ഇതിന് മാത്രം ഡോക്ടേഴ്സ് വന്നതെന്ന് ആർക്കും അറിയില്ല. അത്രയും ഡോക്ടേഴ്സ് ഓടിക്കൂടി വന്ന് ഇവരെ ഇടയിൽ എനിക്കെന്നെ കാണാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഇത്രയും നേരം എവിടെയാണ്, ഇത്രയും ഒച്ചപ്പാടും ബഹളം കരഞ്ഞിട്ട് എല്ലാവരും ഓടി വന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. അമ്മേനെ അതിനുള്ളിൽ കയറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മേനെ പുറത്ത് നിർത്തിച്ച് പിന്നെ ഒരു കർട്ടൻ ഇട്ട്. അമ്മ എൻ്റെ ഡെലിവറി കണ്ടിട്ടില്ല, എനിക്ക് ബോധവുമില്ല, പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മയോടാ പറഞ്ഞത്. പിന്നെ കുട്ടീൻ്റെ കാര്യം ആ ടൈമിനൊന്നും എനിക്കറിയില്ല. പിന്നെ എന്നെ സർജറിക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സർജറി കഴിഞ്ഞപ്പോൾ എന്നോട് ചുറ്റിലും കുറച്ച് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു മേജർ സർജറി കഴിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ എനിക്ക് ബോധം വരുന്നത് മര്യാദയ്ക്ക് അപ്പോഴാണ്. അതുവരെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞിട്ടറിഞ്ഞത് ഈ ഡെലിവറി ടൈമിന് കുഞ്ഞൻ കരഞ്ഞിട്ടില്ലേനും പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. ആ ടൈമിന് കുഞ്ഞിൻ്റെ കഴുത്തിൽ കയല ചൊറഞ്ഞിട്ടുണ്ട്. അതും ഒന്നല്ല 2 കയല ചൊറഞ്ഞിട്ട് കുഞ്ഞ് നീല നിറത്തിലായിരുന്നു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ടൈമിന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ആ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞെത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഞാനും വെന്റിലേറ്ററിൽ, കുഞ്ഞും വെന്റിലേറ്ററിലായിരുന്നു. എനിക്ക് 2-3 ദിവസത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. വെന്റിലേറ്ററിന് അതിനടുത്തുള്ള ICUലേക്ക് മാറ്റി. ക്യാനുല ഉണ്ടായിരുന്നു എല്ലാ ശരീരത്തിലും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാനുലയാണ്. അപ്പോൾ ഇടത് കയ്യിലുള്ള ക്യാനുല റിമൂവ് ചെയ്ത് വലത് കയ്യിൽ ഇവിടെ ഒരു ക്യാനുല ഉണ്ടായിരുന്നു. ഈ ക്യാനുല റിമൂവ് ചെയ്യുമ്പോഴാണ് പൊട്ടിപ്പോയപ്പോൾ ആ ഒരു നേഴ്സ് വന്നിട്ടാണ് എൻ്റെ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏച്ചി എന്താ പറ്റിയേ, ഏച്ചി എന്താ ഇങ്ങനെ കളിക്കുന്നത്, ഇങ്ങനെ തപ്പി കളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഒരു കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് മോളെ എന്നും പറഞ്ഞ് അയ്യേ ചേച്ചി അങ്ങ് പോവുകയും ചെയ്തു. അതിൻ്റെ വേറൊരു ചേച്ചീനെയും കൂട്ടി വരികയും ചെയ്തു. അവരും നോക്കി, അവരും അങ്ങനെ തന്നെ നിന്ന്. പിന്നെ ഡോക്ടേഴ്സിനൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പിന്നെ എൻ്റെ അടുത്ത് വന്ന ആ ചേച്ചി പിന്നെ എൻ്റെ അടുത്ത് വരികയേ ചെയ്തിട്ടില്ല.
പിന്നെ മെയിൻ ഡോക്ടേഴ്സൊക്കെ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ അവരോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിലൊരു ഇവിടെ ഒരു കഷ്ണം തുണിയെടുത്ത് കെട്ടുന്നു. എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ എന്തോ ചെറിയ കഷ്ണം അതിപ്പം പെട്ടെന്ന് ഒരു ഡോക്ടർ വന്നാൽ എടുക്കും, അത്ര എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. എനിക്കൊന്നും ചിന്തിക്കാനുള്ളൊരു ബുദ്ധി പോലും അന്നേരം എനിക്കില്ല. പക്ഷെങ്കിൽ എൻ്റെ ഹസ്ബൻഡും റിലേറ്റീവ്സും പുറത്തുണ്ട്. അവരോട് എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു കഷ്ണം കുടുങ്ങിപ്പോയിട്ടുണ്ട്, സർജറീൻ്റെ ആൾക്കാർ വന്ന് ന്യൂറോ സർജറീൻ്റെ ആൾക്കാർ വരണം, അവർക്ക് സർജറി ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ കാർഡിയോളജീൻ്റെ സർജറി ഡോക്ടേഴ്സ് വന്നത് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇവർക്ക് കേസ് ഷീറ്റ് കൊടുത്തിട്ട് ഇവരോട് മറ്റ് ഡോക്ടേഴ്സിനെയും സ്കാനിങ്ങിൻ്റെ അവിടെ ഒക്കെ പോയിട്ട് ഡോക്ടേഴ്സിനെ കൂട്ടി വരാൻ പറഞ്ഞ് അങ്ങനെ എത്രയോ മണിക്കൂറുകളോളം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങിയതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഏകദേശം എൻ്റെ കൈയിൻ്റെ സർജറി കഴിയുമ്പോൾ അതിനുശേഷമാണ് നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻ വന്ന് അവരത് ക്ലീനിങ് ഒക്കെ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞ് ഇൻഫെക്ഷൻ മാറ്റിയിട്ട് സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞ് ഫെബ്രുവരി 7 വീണ്ടും സർജറി ചെയ്ത് അന്നും സ്റ്റിച്ചെല്ലിട്ട് തിരിച്ച് റൂമിലേക്ക് ഞാൻ ആദ്യം പോസ്റ്റ് വാർഡ് ICU അവിടെ നിന്ന് പിന്നെ പേ വാർഡിലേക്ക് വന്ന്. അപ്പോൾ ഇവിടെ അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ വജേനയിൽ കൂടെ ഗ്യാസും ലീക്കേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലതുപോലെ ഡിസ്ചാർജ്. അതുവരെ എനിക്ക് അങ്ങനെ വജേനയിൽ കൂടെ ഒരു ഡിസ്ചാർജ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സൂരജ് ഡോക്ടറോട് തന്നെ ചോദിച്ച്, പിന്നെ ഡോക്ടറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത്. അന്നേരം ഡോക്ടറിനെ അത് പ്രശ്നമൊന്നുമല്ല, നോർമൽ ഡെലിവറിയിൽ അതൊക്കെ സാധാരണ 5-8 മാസം കഴിഞ്ഞാൽ അതൊക്കെ ശരി, ഇങ്ങനെയുള്ള നിരവധി കേസ് ഇവിടെ ഉണ്ട്, അതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ വിശ്വസിച്ച്. എന്നാൽ അതിന് മുന്നേ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയ കുട്ടിയാ എങ്ങനെയോ തിരിച്ച് കിട്ടിയതാ. അപ്പം നമ്മൾ അവരത്രയും വിശ്വസിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ടും ഇതിൽ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് റിലേറ്റീവ്സ് വെച്ച് ഡോക്ടർ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പറഞ്ഞു തരണം എന്നാണ്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകേണ്ട സ്റ്റേജെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ചെയ്യുന്നൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശിലാട്ടനും പിന്നെ റിലേറ്റീവ്സൊക്കെ വിചാരിച്ച് ഓക്കെ ഇവിടെ നല്ല, കാരണം മെഡിക്കൽ കോളേജിൽ നല്ല ട്രീറ്റ്മെൻറ്റ് അത്രയല്ലേ നമ്മൾ മൈൻഡിലുള്ളൂ. അവരുടെ അടുത്തൊരിത് വരും, ഞാനും ചിന്തിച്ചിട്ടില്ല, ആരും ചിന്തിച്ചിട്ടില്ല ആ ഒരു സമയത്തൊന്നും. അപ്പോൾ ഇവർ വീണ്ടും എൻ്റെ സ്ഥിതി വെച്ചാൽ വഷളാണ്. എനിക്കൊന്നും എണീക്കാനോ എനിക്കിപ്പോഴും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ഇരിക്കാനോ അതിനിടയിൽ അനുശ്രീ വേറൊരു കാര്യം കൂടി അനുശ്രീ ഒരു പരാതിയായി പറഞ്ഞിട്ടുള്ളത്. അതായത് 9 മാസത്തിൽ അല്ലെങ്കിൽ 9 മാസത്തിനിടെ നടത്തിയ സ്കാനിങ്ങിൽ ഗർഭസ്ഥ ശിശുവിന് പ്രശ്നങ്ങൾ ഉള്ളതായി അനുശ്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടെന്നും അത് ഡോക്ടർ സൂരജിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കാര്യമായി ഗൗനിച്ചില്ല എന്നും അങ്ങനെയുണ്ടായോ? പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്നല്ല, 9-ാം മാസത്തെ സ്കാനിങ്ങിൽ അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. 9-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കയല കുരുങ്ങിയതായിട്ടുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൊണ്ടാണ് സാറിൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ സാറ് പറഞ്ഞത് ഇതാണ്, സാധാരണയാണ് ഇതൊക്കെ, കുട്ടിയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അത് മാറിക്കോളുന്നു. ഇത് ഞാനിവിടെ എടുത്തു പറയാൻ ഇപ്പോൾ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് മുന്നേ വേറൊരു വിധത്തിലാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ഒരു ബുക്കിലോ കേസ് ഷീറ്റിലോ ഡിസ്ചാർജ് ബുക്കിലോ എവിടെയും ഇല്ല എന്ത് ഈ കയല കുരുങ്ങിയ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു സ്ഥലത്തുമില്ല. പക്ഷെ നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളിത് അറിഞ്ഞത്. ശരി അനുശ്രീ. ഡോക്ടർ സുൽഫി നുഹു IMAയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ സുൽഫി നുഹു, അത് മാത്രമല്ല നമുക്ക് 2 പേരാണ്, ഒരു മിനിറ്റ് അനുശ്രീ ഞാൻ വരാം, 2 പേരാണ് നമ്മളോട് കൂടി ഉള്ളത്. ഒന്ന് സുർമി, ഒന്ന് അനുശ്രീ. 2 പേർക്ക് 2 തരത്തിലുള്ള അനുഭവമാണ്. രണ്ടും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്ന 2 പ്രശ്നങ്ങളാണ്. ഇതിൽ 2ലും ആരോപണ വിധേയരായി നിൽക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരാണ്. അതിൽ ഈ സുർമിയുടെ കേസിൽ ഡോക്ടർ സുൽഫി, ഈ 1-ാം പ്രതി ഡോക്ടർ പുഷ്പ എന്ന് പറയുന്ന 20 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റും മറ്റിതേപോലെ തന്നെ 2 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ ഷെർലിയുമാണ്. ഇവിടെ ഡോക്ടർ സൂരജും. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇതിൽ ആരാണ് കുറ്റക്കാർ? ഡോക്ടർ സുൽഫി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എൻ്റെ ഡെസിഗ്നേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ക്ഷമിക്കണം ഡോക്ടർ സുൽഫി നുഹു, ഞാനത് തിരുത്താം. താങ്കൾ IMAയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആണ്. ക്ഷമിക്കണം. That's a mistake from my side. No problem. Actually, ഇത് ഇറ്റ്സ് ഓക്കെ. അതായത് നമുക്ക് മെഡിസിൻ അല്ലെങ്കിൽ ചികിത്സാ രംഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും 1+1 2 ആകില്ല എന്നുള്ളതാണ്. അത് 2 അല്ല, അത് ചിലപ്പോൾ 3 5 ഒക്കെ ആയിപ്പോകാം. നമ്മളുടെ തിങ്സ് വിച്ച് ആർ ബിയോണ്ട് അവർ കൺട്രോൾ, ഞങ്ങളുടെ
നിയന്ത്രണത്തിലല്ലാതെ സംഭവിച്ചു പോകുന്ന നിരവധി കാരണങ്ങൾ നമ്മുടെ ചികിത്സാ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ചികിത്സ നൽകാൻ ശ്രമിക്കുമ്പോൾ, ഒരു വേദന കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങൾ വിചാരിക്കുന്ന തരത്തിലേക്ക് എല്ലാം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എയുടെയൊക്കെ കാലത്ത് പിന്നെ നമുക്ക് മനുഷ്യനെ വേണ്ട, നമുക്ക് നേരെ അങ്ങ് ചികിത്സിക്കാൻ പറ്റുമെന്ന് തോന്നുമല്ലോ. പക്ഷെ അത് നിർഭാഗ്യവശാൽ ഇപ്പോൾ ആലപ്പുഴയിലെ അമ്മയുടെ വിഷമത്തിൽ എല്ലാവരും എല്ലാ ഡോക്ടർമാരൊന്നും ആവണമെന്നില്ല, എല്ലാവർക്കും തോന്നുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ എന്താ പറയുക, ആ കാര്യത്തിലുണ്ടാകുന്ന വിഷമമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ അത് മറ്റേ വ്യക്തി പറഞ്ഞ വനിത പറഞ്ഞ ആ ഒരു വിഷയത്തിലും അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിലൊക്കെ തന്നെ നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു സഹജീവിയോട് കാണിക്കുന്ന എല്ലാ വികാരവും ഉൾക്കൊണ്ട് തന്നെ പറയുകയാണ്. നമുക്ക് എപ്പോഴും 1+, ഞങ്ങൾ ദൈവങ്ങളൊന്നും അല്ല, ഞങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ എല്ലാം കൃത്യമായ ആക്യുറസിയോടുകൂടി 100% ആക്യുറസിയോടെ ചികിത്സിക്കുകയും അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ശാസ്ത്ര വിഭാഗം ഇതല്ല. അതാണ് ഇതിൻ്റെ ഭംഗിയും. അതായത് ഞങ്ങളുടെ ഭാഗത്ത് ഇത്രയും ആക്യുറസി കുറവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തുറന്നു പറയുന്നതാണ് ഇതിൻ്റെ ഭംഗിയും അതിൻ്റെ നെഗറ്റീവും. അതായത് ഇപ്പോൾ പാരസ്റ്റമോളിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത് പോലെ, പാരസ്റ്റമോൾ പനിയും വേദനയൊക്കെ കുറയ്ക്കുമെന്ന് പറയുന്നത് പോലെ, പാരസ്റ്റമോളിന് വലിയ ഡോസിലാണ്, അത് തെറ്റിദ്ധരിക്കണം, വളരെ വലിയ ഡോസിലാണ് പാരസ്റ്റമോളിന് സൈഡ് എഫക്റ്റ് ഉള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ഏത് മരുന്നിന് സൈഡ് എഫക്റ്റ്, ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ, ഇപ്പോൾ തൊട്ടപ്പോൾ നമ്മുടെ ആലപ്പുഴ വിഷയത്തിലെ അൾട്രാസൗണ്ട് സ്കാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, നമുക്കറിയാം ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനുകളിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടുകളിലുണ്ട്. അതിനുശേഷം പോളിഹൈഡ്രാമിയോസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടുത്തെ വിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഒരു അംഗവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പാരൻസിനോടും മീൻസ് ആ കുട്ടിയുടെ ആൾക്കാരോടും ഒക്കെ പറഞ്ഞിരിക്കുകയും എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അത് ഡോക്ടർ, ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചു ഡോക്ടർ, ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന ഒരു സ്റ്റേറ്റ് ആണോ ഡോക്ടർ? അങ്ങനെ ഒരു ഗുരുതര സങ്കീർണ സാഹചര്യമാണ് എന്നൊക്കെ ചില വിവരങ്ങൾ കിട്ടി. അത് ശരിയാണോ ഡോക്ടർ? അങ്ങനെയാണോ കരുതുന്നത്? അതായത് കോഴിക്കോടുള്ള വിഷയത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസത്തിൻ്റെ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ആയിരുന്നു എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ആയിരുന്നു എങ്കിൽ ജീവൻ ലഭിച്ചത് സത്യം പറഞ്ഞാൽ അതൊരു വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് രോഗിയുടെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക. അതൊരു വലിയൊരു ശാസ്ത്രത്തിൻ്റെ പുരോഗമനത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവൻ തിരിച്ചു പിടിക്കാൻ ആമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസത്തിൽ കഴിഞ്ഞുവെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. അത് പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. അവിടെ ചർച്ചയ്ക്കിടയിൽ ആരോ പറയുന്നതായിട്ട് ആരോ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പിടിച്ച കുട്ടിയാണ്, ജീവൻ തിരിച്ചു പിടിച്ച കുട്ടി. സത്യാവസ്ഥ അതായിരിക്കണം, അത് തന്നെ ആയിരിക്കണം. ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞല്ലോ, മിനിറ്റുകൾക്ക് ഒരു കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിലേക്ക് പോയപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന മുറിയിലേക്ക് ഡോക്ടർമാർ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർ കിഴഞ്ഞു ശ്രമിച്ചു എന്നുള്ള ഒരു സംശയമില്ല. ഇത് മുൻപ് അറിയാൻ പറ്റില്ല. ഈ കുട്ടിക്ക് വിറയലുണ്ടായി, അല്ലെങ്കിൽ ഈ രോഗിക്ക് വിറയലുണ്ടായി, അല്ലെങ്കിൽ വേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണമല്ല. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. അത് അങ്ങനെ പറയുന്നതിൽ വിരോധം തോന്നരുത്. അതുണ്ടാകുന്നതാണ്. പക്ഷേ ആമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റോ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് എത്തിയ ഉടനെ തന്നെ ഡോക്ടർമാരെല്ലാം കൂടെ അവരുടെ ജീവൻ രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ് ഈ കോഴിക്കോടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. ഡോക്ടർ, ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഡോക്ടർ ഞാൻ ഇടയ്ക്ക് കയറി താങ്കളോട് ഒരു ചോദ്യം ചോദിക്കണം. അതായത് ഡോക്ടർമാരുടെ ജീവനും അവരുടെ സംരക്ഷണവും ഒക്കെ ഉറപ്പാക്കാൻ നമ്മൾ നിയമനിർമ്മാണത്തിലേക്കൊക്കെ കടക്കുമ്പോൾ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക കൂടി വേണ്ടേ? ഇവിടെ ഈ 2 രോഗികൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണെന്നാണ് IMA കരുതുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഏതാണ്ട് ആശുപത്രികളെ നിയന്ത്രിക്കുന്നതിനായിട്ട്, ആശുപത്രികളെ ഡോക്ടർമാരെ നിയന്ത്രിക്കുന്നതിനും മറ്റും കാര്യങ്ങളും, ഡോക്ടർമാരുടെ ചികിത്സ നിയന്ത്രിക്കുന്നതിന് ഒക്കെ കൂടെ ഏതാണ്ട് 30ഓളം നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. സത്യാവസ്ഥ അതാണ്. അത് മെഡിക്കൽ കൗൺസിലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ നിയമ സംഹിതയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിലുള്ള എത്തിക്സ് കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിങ്ങനെ നിരവധി നിയമങ്ങൾ ഡോക്ടർമാരുടെ പരിശോധനാ രീതികളെയും അല്ലെങ്കിൽ അവരുടെ നൈതികതയൊക്കെ നിയന്ത്രിക്കാനുള്ള കാരണങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇനി അത്യപൂർവമായി സംഭവിച്ചു പോകുന്ന കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ ഉത്തരവാദി ആരാണ്? നിരപരാധിയായ ഒരു ജീവൻ രക്ഷിച്ച അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഡോക്ടറിൻ്റെ തലയിലേക്ക് ആ ഒരു കുറ്റം ചുമത്തുന്നത് ന്യായമാണോ? അവരുടെ ഭാവി മുഴുവൻ നോക്കൂ. ഇപ്പോൾ 2 ഗൈനക്കോളജിസ്റ്റ്, ആലപ്പുഴയിലുള്ള 2 ഗൈനക്കോളജിസ്റ്റുകളുടെയും അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരുടെയും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ കേരളം മുഴുവൻ അവരുടെ പേരുകൾ അറിയാം. അത് അവരൊരു പക്ഷേ നിരപരാധിയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായി പോയ തെറ്റാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത കോംപ്ലിക്കേഷൻ ആണെങ്കിൽ
ഒഴിവാക്കാൻ പറ്റാത്ത കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ അൾട്രാസൗണ്ട് ഫൈൻഡിങ് ആയിരുന്നു എങ്കിൽ അവർ നൽകുന്ന വില എന്താണ്? അതും കൂടെ ആലോചിക്കണം. അത് ആലോചിക്കാം ഡോക്ടർ. പക്ഷെ അതേസമയം തന്നെ അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് ഒരു രോഗിക്കുണ്ടായ ഇംപ്രഷൻ താങ്കൾ കേട്ടല്ലോ. അതായത് ഗർഭിണിയായിരുന്ന ഒരു സ്ത്രീക്ക് അവരോട് ഒരു ഡോക്ടർ, സർക്കാർ ഡോക്ടർ പെരുമാറിയ രീതി അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള മാനസികാഘാതത്തിന്റെ വലിപ്പം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ ഡോക്ടർ, ഏത് അവകാശ സംരക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴും. അല്ലേ ഡോക്ടർ സുൽഫി നൂഹ്, താങ്കൾ യോജിക്കുമല്ലോ അതിനോട്? അബ്സല്യൂട്ട്ലി, ഐ ടോട്ടലി അഗ്രി. യെസ്, തീർച്ചയായിട്ടും യോജിക്കും. നമ്മളൊരു രോഗിയോട് നമ്മുടെ സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കളെ പോലെ അല്ലെങ്കിൽ പാരൻസിനെ പോലെ, വൈഫിനെ പോലെ, സഹോദരന്മാരെ പോലെ, സഹോദരി, നമ്മുടെ അടുത്ത സഹജീവിയോട് പെരുമാറുന്ന അനുകമ്പ ഉണ്ടാവണം, അനുതാപം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാർക്ക് കേരളത്തിലുടനീളം എങ്ങനെ മീൻസ് രോഗികളോട് പെരുമാറുന്ന ഒരു ട്രെയിനിങ് സെഷനൊക്കെ വളരെ വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ് ഡോക്ടർ. ഒരു അടിയന്തരമായ ഒരു ഇടവേള പോകേണ്ടതുണ്ട്. ഡോക്ടർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരം പരിശീലനം നൽകുമ്പോൾ ചില ഡോക്ടർമാരെങ്കിലും ആ വളയത്തിന് പുറത്ത് കിടക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണ് ഈ രോഗികൾക്കുണ്ടായിരിക്കുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയും. ചർച്ചയുടെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ ആരോപണ വിധേയമായി നിൽക്കുന്ന ശങ്കേഴ്സ് ലാബിലെ CEO ഡോക്ടർ മണികുമാർ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ മണികുമാർ, താങ്കളുടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ സാധാരണ ഇവിടെ ഡോക്ടർ പറഞ്ഞു ഏതാണ്ട് 95% കുഞ്ഞിൻ്റെ വൈകല്യം 5 മാസം കഴിഞ്ഞെടുക്കുന്ന സ്കാൻ റിപ്പോർട്ടിൽ സാധാരണ നിലയിൽ ഒരു നല്ല മികച്ച അൾട്രാസൗണ്ട് സ്കാൻ മെഷീൻ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും, ഒരു മികച്ച ഡോക്ടറുടെ സാന്നിധ്യത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ്. എന്തുകൊണ്ടാണ് ശങ്കേഴ്സ് ലാബിലെ ഡോക്ടർക്ക് അത് കണ്ടെത്താൻ കഴിയാതെ പോയത്? ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള ഒരു അവസരം തരണം. ആ കാര്യം എന്താ വെച്ചാൽ, രാവിലെ മുതൽ ചർച്ചകൾ നടക്കുന്നത് 2 സ്വകാര്യ ലാബുകളാണ് ഇത് നടത്തുന്നതെന്നും ഒരു സ്വകാര്യ ലാബുകളിൽ ഡോക്ടറല്ല ഇത് ചെയ്തതെന്നും വേറെ വ്യക്തികളാണ് ടെക്നീഷ്യനെതിരെ കേസെടുത്തുന്നതൊക്കെയാണ് പരാമർശങ്ങൾ വരുന്നത്. അതിലൊരു കാര്യം വ്യക്തമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനത്തിനെ കുറിച്ചല്ല അങ്ങനെ ഒരു വാർത്ത വരുന്നത്. അത് നിങ്ങൾ ചാനൽ ചർച്ചയിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഡോക്ടർമാരല്ലാതെ, ഡോക്ടർ എബിൻ തമ്പി എന്ന് പറയുന്ന ഡോക്ടർ അല്ലാതെ വേറെ ഒരു ഡോക്ടേഴ്സും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സ്കാൻ ചെയ്യുന്നില്ല. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ് സ്കാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ഈ പറയുന്ന സ്കാനിങ് എല്ലാം അനോമലി സ്കാനിങ് ആണ് ഡോക്ടർ കുറിച്ചിരുന്നത്. 5-ാം മാസം നമ്മുടെ ഡോക്ടർ എബിൻ തമ്പി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും യാതൊരുവിധ അനോമലീസും അതിൽ കണ്ടിട്ടില്ല എന്നുള്ള രീതിക്കുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ഞാനതൊരു കാര്യം എടുത്ത് പറയുന്നത്, ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞത് മിക്ക ചർച്ചകളിലെ ഡോക്ടേഴ്സ് തന്നെയാണ്. അത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 5-ാം മാസം അനോമലി സ്കാനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കെലിറ്റലാണ് കൂടുതൽ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞിനെ സംബന്ധിച്ചോളം എല്ലാവിധ അവയവങ്ങളിലും സ്കെലിറ്റൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ അടുത്ത സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും അടുത്ത സ്കാനിങ്ങിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് നമ്മൾ നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ 2D സ്കാൻ എന്ന് പറയുന്നതിന് ഒരു പരിമിതികളുണ്ട്. അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റുകൾ ചെയ്താലേ, അല്ലെ അടുത്ത ലെവൽ ഓഫ് പരിശോധനകളൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ 2024 ആരോഗ്യരംഗം ഒരുപാട് വളർന്നു പോയിട്ടുള്ള ഒരു സമയമാണ്. ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അല്ലാതെ 2D അനോമലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഈ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആനി സക്രയ ഉണ്ടായിരുന്നു. അവർ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞു, ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, എങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടതെന്നൊക്കെ. ഏതായാലും ഇതൊരു വലിയ നിയമപ്രശ്നമായി മാറുന്നു. പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു, കേസ് എടുത്തിട്ടുണ്ട്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത് അന്വേഷിക്കുകയാണ്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ രണ്ട് പ്രശ്നങ്ങളാണ്, 2 സർക്കാർ ആശുപത്രികളിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവമാണ് ഈ അമ്മമാർ നമ്മളോട് പങ്കുവച്ചത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന തരത്തിൽ, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്ന തരത്തിലുള്ള നിയമപരമായ പരിരക്ഷ അവർക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഞാൻ ബാക്കി വയ്ക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതൊരു വലിയ ചർച്ചയായി കേരളത്തിൽ മാറാനുള്ള സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നുമില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.